ഹായ് ഡിയർ ഫ്രണ്ട്സ്, മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു റഷ്യൻ കേക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. മുറാവേനിക് എന്ന ഈ ഒരു റഷ്യൻ കേക്ക് നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. ഇത് കണ്ടാൽ ഉറുമ്പുണ്ടാക്കുന്ന മൺകൂന പോലെയില്ലേ? അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാം എന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ആൻറ്ഹിൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 160 ഗ്രാം മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടർ, അതായത് അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇനി 85 ഗ്രാം സോർ ക്രീം ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. സോർ ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തു. അതുകൊണ്ട് 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം 2.25 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 2 കൈയും ഉപയോഗിച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കുക. ഇതൊരു ക്ലീൻ റാപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും വലിയ ഹോളിൽ കൂടി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അവനുള്ളവരെ ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ 12 മിനിറ്റ് നേരം ബേക്ക് ചെയ്താൽ മതിയാകും. അതിനുശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് 200 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കാരമൽ സോസ് ചേർത്ത് കൊടുക്കുക. ഒരു 400 ഗ്രാം കാരമൽ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരമൽ സോസിൻ്റെ അളവിൽ മാറ്റം വരുത്താം. നിങ്ങളുടെ മധുരം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരുന്നാൽ പെട്ടെന്ന് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കാരമൽ സോസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഡൗ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഡൗ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ച് ചേർത്താൽ മതിയാകും. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് 50 ഗ്രാം വാൽനട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് നമ്മുടെ മിക്സ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു കൂന പോലെ ഇതൊന്ന് ആക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പോപ്പി സീഡ് ഇട്ട് കൊടുക്കണം. അത് അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മതിയാകും. ഞാനിവിടെ ഗാലക്സിയുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിടാൻ പോവുകയാണ്. ഈ ഒരു പ്ലേറ്റ് ചരിച്ചൊക്കെ വെച്ച് എല്ലാ ഭാഗത്തും ഇതൊന്ന് ചെല്ലത്തക്ക വണ്ണം ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുക. വളരെ നൈസായിട്ടാണ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ആൻറ്ഹിൽ കേക്ക് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലൊന്ന് വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കുക്കീസൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാപ്പിയുടെ കൂടെയും ചായയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണിത്. ചെറിയ തണുപ്പോടു കൂടിയാണ് ഇത് കഴിക്കാൻ നല്ലത്. അപ്പോൾ ആൻറ്ഹിൽ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം വെറൈറ്റീസ് ആയിട്ടുള്ള പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.